അവസരങ്ങൾ എപ്പോഴും നിങ്ങളെ തേടി വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും അധികം നിയമനങ്ങൾ 4000-നടുത്ത് നിയമനങ്ങൾ നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ KSFE-യിലേക്ക്, KSEB-യിലേക്ക്, KMM-ലേക്ക്, കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്, കെൽട്രോണിലേക്ക് അങ്ങനെ ഏതാണ്ട് 30-ലധികം കമ്പനികളിലേക്ക്, കോർപ്പറേഷനുകളിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇത്രയും വേക്കൻസികളോടുകൂടി മറ്റൊരു ഡിഗ്രി നിലവാര പരീക്ഷ ഉണ്ടായിരിക്കില്ല മക്കളെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രാധാന്യം കൂടുന്നത്. നിങ്ങൾ പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പരീക്ഷ പഠിച്ചെഴുതുകയാണെങ്കിൽ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് വളരെ ചുരുക്കം ചില കമ്പനി ബോർഡുകളാണ്. KSFE അത്യാവശ്യം നല്ല പേ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്കെയില് സാലറി ഉള്ളതാണ്. അതേപോലെ KSEB, KMML ഒക്കെ നല്ല സാലറിയുള്ള ഒരു ജോലി സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്? ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആളുകൾക്കും ഓരോ കമ്പനികളിലേക്ക് ജോലി കിട്ടുന്നത്? നമുക്ക് ആവശ്യമുള്ള കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എൻ്റെ പേര് ജോബിൻ ബാബു. നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 382/2025, 383/2025 രണ്ട് കാറ്റഗറികളിലേക്കാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത് എന്നൊന്ന് പരിശോധിക്കാം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. 382/2025 ഏറ്റവും കൂടുതൽ ആളുകൾ നിയമിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്, ഏറ്റവും അധികം സാലറി ഉള്ള സ്ഥലങ്ങളാണ്, ബെനിഫിറ്റുകൾ ഏറ്റവും കൂടിയ സ്ഥലങ്ങളാണ്. നിങ്ങളെപ്പോലെ ഏറ്റവും അധികം ആളുകൾ ജോലി കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നതും അവിടെ തന്നെയാണ്. മറ്റൊന്ന് കെൽട്രോൺ ഉണ്ട്, കാഷ്യൂ ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്, മലബാർ സിമൻസ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ്, ദെൻ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള. കെൽട്രോൺ വരുന്നുണ്ട്, കെൽട്രോണിന്റെ കോംപ്ലക്സ് കണ്ണൂരിലുള്ളത്. കേരള വാട്ടർ അതോറിറ്റി അവിടെയാണ് വരിക. കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെ വരുന്നുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ബോർഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. ഇതെല്ലാം 382/2025 അത്യാവശ്യം ലാഭകരമായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് അവിടെ ഉൾപ്പെടുക. ഇനി 383/2025 ഏതൊക്കെയാണ് വരിക? KSRTC-യിലേക്ക് നിലവിലധികം നിയമനങ്ങൾ നടക്കാറില്ല. ദെൻ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, ദെൻ കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SC/STക്ക് വേണ്ടിയിട്ടുള്ളത്. ദെൻ കേരള സ്റ്റേറ്റ് ആർട്ടിഷ്യൻസ് ഡെവലപ്മെന്റ് ബോർഡ് അവിടെ വരുന്നുണ്ട്. സിഡ്കോ വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ വരുന്നുണ്ട്, ഹാൻഡിക്രാഫ്റ്റ് വരുന്നുണ്ട്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ദെൻ അതേപോലെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് ബോർഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. അതേപോലെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രിക്കൽസ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്സ്, ദെൻ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ, ഹെഡ്ലോഡ് വർക്കേഴ്സ്, ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, ടോഡി ബോർഡ്, ബാംബു കോർപ്പറേഷൻ, മറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡുകൾ. താരതമ്യേന റവന്യൂ അധികം ജനറേറ്റ് ചെയ്യാത്ത കുറെ അധികം സ്ഥാപനങ്ങൾ രണ്ടാമത്തതിൽ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും അധികം നിയമനം നടക്കാൻ പോകുന്നത് 382/2025 എന്ന് പറയുന്ന KSFE ഉൾപ്പെടുന്ന ബോർഡാണ്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെന്ന് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ അവസാനം പറഞ്ഞുതരാം. അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ, ചൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ, അതൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. ദെൻ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്നത് ഏത് ബോർഡിലേക്കാണ്? നമുക്ക് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം ഒന്ന് പരിശോധിച്ചാൽ മക്കളത് ഈ രീതിയിലാണ്. 383 ഞാൻ പറഞ്ഞ താരതമ്യേന വേക്കൻസികൾ കുറവുള്ള, നിലവിൽ 805 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. നിലവിൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം 805 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ആ 805 അഡ്വൈസുകൾ പോയിട്ടുള്ള രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ്, KSRTC ഉൾപ്പെടുന്ന രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിയമന നിലയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 നിറങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് ആണെങ്കിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടന്നിട്ടുള്ളത്, ദെൻ നീല അല്ലെങ്കിൽ ആകാശ നീല കളറാണെങ്കിൽ അതിനേക്കാൾ താഴെ, മഞ്ഞയാണെങ്കിൽ അതിനേക്കാൾ താഴെ, പച്ചയാണെങ്കിൽ ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ വിടുക. ഇതിൽ നോക്കിയേ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏറ്റവും അധികം നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലാണ്. താരതമ്യേന അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള, ഒരു 32,000 റേഞ്ചിൽ പേ സ്കെയിലുള്ള
ഒരു ബോർഡാണ് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫണ്ട് ബോർഡ്. അവിടെ 391 അഡ്വൈസുകളാണ് നിലവിൽ ഇതുവരെ പോയിട്ടുള്ളത്. ഇനിയും എത്ര പോകാനുണ്ട്? ഇനിയും ഏതാണ്ട് 1.5 വർഷത്തോളം കാലാവധി ഉണ്ട്. 391 അഡ്വൈസുകളാണ് ഈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. 805 അഡ്വൈസ് പോയതിൽ 391 പോയത് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സിലാണ്. താരതമ്യേന മോശമല്ലാത്തൊരു പേ സ്കെയിൽ 32,000 രൂപ വരെ കിട്ടാവുന്നൊരു ബോർഡാണ് അവിടെ എന്ന് പറയുക. അതിനുശേഷം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് 49 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് 51 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ 59 അഡ്വൈസ്. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് 75 അഡ്വൈസുകളാണ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സിൽ നിന്ന് പോയിട്ടുള്ളത്. 75 അഡ്വൈസ് ആണ്. അതേപോലെ തന്നെ അപ്പോൾ ഇത്രയുമാണ് അതിനുശേഷം വരിക. ഓക്കെ, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ, ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, അതേപോലെ തന്നെ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. ഇത്രയിടത്തേക്കാണ് പിന്നീട് പോയിട്ടുള്ളത്. ഇനി അതിനുശേഷമാണ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SC/ST 30 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് 21 അഡ്വൈസുകൾ അവിടേക്കും പോയിട്ടുണ്ട്. അതേപോലെ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 32 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് 23 അഡ്വൈസ് പോയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് 19 അഡ്വൈസ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ 19 അഡ്വൈസ്. ഇത്രയുമാണ് അതിനുശേഷം ഏറ്റവും അധികം പോയിട്ടുള്ള ബോർഡുകൾ. ഇനി ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ 8 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. ആർട്ടിഷ്യൻസ് ഡെവലപ്മെന്റ് ബോർഡ് 5 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ 4 അഡ്വൈസുകളെ പോയിട്ടുള്ളൂ. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് 12 അഡ്വൈസുകളെ പോയിട്ടുള്ളൂ. SFCK 2 അഡ്വൈസേ പോയിട്ടുള്ളൂ. അതേപോലെ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് 5 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ നിലവിൽ 383/2025 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 653/2021 ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള നിയമന നിലയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പോയിട്ടുള്ള എവിടെയാണ്? ഹെഡ് ലോഡ് വർക്കേഴ്സ്. മോശമല്ലാത്തൊരു സാലറി കിട്ടാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് ആ ഒരു ഭാഗത്തേക്കായിരിക്കും. മാന്യമായൊരു സാലറിയുള്ള ബോർഡാണ് ആ ഒരു ബോർഡ് എന്ന് നമുക്ക് അവിടെ കാണാനും കഴിയും. ഓക്കെ അല്ലേ? ബാക്കിയുള്ളിടത്തൊക്കെ അത്യാവശ്യം നല്ല ഒരു 30,000 റേഞ്ചിൽ സാലറി കിട്ടുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ സ്ഥലങ്ങളും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ട് വരാനില്ല. ഇനി ഏറ്റവും അധികം കുട്ടികൾ കാത്തിരിക്കുന്ന KSFE KSCB ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം മക്കളെ. അവിടുന്ന് അതായത് നിലവിൽ 382/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 26/2022 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നിലവിൽ നടന്നിട്ടുണ്ട്? 1.5 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ഏതാണ്ട് 1600ഓളം അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം മക്കളെ. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കണ്ടോ? ഏറ്റവും അധികം കുട്ടികൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ KSFEയിലാണ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലാണ്. അത്യാവശ്യം നല്ല സാലറിയുള്ള 45,000-നടുത്ത് സാലറി കിട്ടാൻ സാധ്യതയുള്ള മറ്റു ബെനിഫിറ്റുകൾ DA എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഒരു പേ സ്കെയിലുള്ള പ്രമോഷൻ സാധ്യതകളുള്ള KSFEയിലാണ് മക്കളെ ഏറ്റവും അധികം നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. 1183 അഡ്വൈസുകൾ. 1183 അഡ്വൈസുകൾ. അതിനുശേഷം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അവിടെയും അത്യാവശ്യം നല്ല പേ സ്കെയിലാണ്, നല്ല സാഹചര്യങ്ങളാണ്, അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോം അവിടെയും നിങ്ങൾക്ക് ഒരുങ്ങി കിടപ്പുണ്ട്. 234 അഡ്വൈസുകൾ അവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് KSFEയും KSCBയുമാണ് ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കാൻ പോകുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1400-നടുത്ത് അഡ്വൈസുകൾ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നീട് വരുന്ന ഒരു 200 അഡ്വൈസുകളെ ബാക്കി എല്ലായിടത്തും കൂടെ പോയിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കിട്ടാൻ പോകുന്ന 2 സ്ഥലങ്ങൾ KSFEയും KSCBയുമാണ്. ഇത്രയും ബോർഡുകൾ ഉണ്ടെങ്കിലും പിന്നീട് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കേരള വാട്ടർ അതോറിറ്റിയിലാണ്. 56. കുഴപ്പമല്ല, മോശമല്ലാത്ത ഒരു പേ സ്കെയിൽ കിട്ടുന്ന സ്ഥലമാണ് കേരള വാട്ടർ അതോറിറ്റി. അതേപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 78 നിയമനങ്ങളാണ് പോയിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക്. ഇനി അതിനുശേഷം കെൽട്രോൺ കോമ്പോണന്റ് കോംപ്ലക്സ് നമ്മുടെ കണ്ണൂരുള്ളത് 23 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് 18 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 29 അഡ്വൈസ്. അതേപോലെ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് 13 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇനി കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഓൾറെഡി പറഞ്ഞു. ദെൻ KMMലേക്ക് 8 അഡ്വൈസ് പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ഒരു പോസ്റ്റാണ് KMMൽ വരിക. പക്ഷെ അവിടേക്ക് 8 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ 3 അഡ്വൈസും പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള അഡ്വൈസുകൾ. ഓക്കെ, ഞാൻ അഡ്വൈസ് ലിസ്റ്റ് മൊത്തത്തിലൊന്ന് കാണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ KSFE പോലെയുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് 1642 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിലേതാണ്ട് 1400 അഡ്വൈസും പോയിരിക്കുന്നത് KSFEയിലേക്കും KSCBയിലേക്കുമാണ് എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്.
മറ്റേതാണെങ്കിൽ 803 അഡ്വൈസ് പോയിട്ടുണ്ട്. 803 അഡ്വൈസ്. അതിൽ ഏറ്റവും കൂടുതൽ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് നിയമന നില. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത്, എനിക്ക് ഇതിൽ KSFE ചൂസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് KSEB ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും അധികം കുട്ടികൾ ചോദിക്കുന്നത്. എനിക്ക് അവിടെ പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് KSFEയോ KSEBയോ എന്ന് പറഞ്ഞുകൊണ്ട് ചൂസ് ചെയ്യാൻ കഴിയില്ല. ഓരോ റാങ്ക് ലിസ്റ്റിലും ഇപ്പം നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 1ാം റാങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. സാധാരണ NJD ഉണ്ടെങ്കിൽ ആ NJD ആണ് ആദ്യം ഫില്ലാകുക. ഓക്കെ, NJD ഞാൻ മാറ്റി നിർത്തി, പ്യുവർ വേക്കൻസി, ഫ്രഷ് വേക്കൻസിയാണ് വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ KSFE എന്ന് പറയുന്ന ബോർഡിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വിചാരിക്കുക, അതായത് KSFE ഉൾപ്പെടുന്ന ബോർഡിലുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ആളാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആദ്യം വന്ന് കിടക്കുന്ന ഫ്രഷ് വേക്കൻസി KSFEയിലേക്കാണ് എങ്കിൽ അത് ഒരു UR കാറ്റഗറിയിൽ 1ാം റാങ്ക് കിടക്കുന്ന ആൾക്ക് പോകും. ഓക്കെ, ഇനിയും ആദ്യം വന്ന് കിടക്കുന്നത് കാഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒന്നാമത് കിടക്കുന്ന UR കാറ്റഗറിക്കാരൻ എങ്ങോട്ടാണ് പോകുന്നത്? കാഷ്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പോൾ വേക്കൻസി എവിടെയാണോ റിപ്പോർട്ടായി കിടക്കുക അതനുസരിച്ചിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റിൽ നിന്ന് റൊട്ടേഷൻ പ്രകാരം ജോലി ലഭിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ റൊട്ടേഷൻ SC/ST കാരനാണെന്ന് വിചാരിക്കാം. 2ാം റാങ്കുകാരൻ അവിടെ കിടപ്പുണ്ട്, പക്ഷേ രണ്ടാമത്തെ റൊട്ടേഷൻ SC/ST കാരനാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ആ രണ്ടാമത്തെ റൊട്ടേഷൻ SC/ST കാരൻ ഇപ്പോൾ 30ാം റാങ്കിലാണ് കിടക്കുന്നതെങ്കിലും അദ്ദേഹമായിരിക്കും രണ്ടാമത് കയറി KSFEയിൽ പോവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് റൊട്ടേഷൻ വരിക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ചിലരുടെ ലക്ക് വെച്ച് മാറാം, എന്നാലും മൊത്തത്തിൽ അത്യാവശ്യം നല്ല പേ സ്കെയിലിൽ ലഭിക്കുന്ന പോസ്റ്റുകളാണ് എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി തീക്ഷ്ണമായിട്ട് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ KSFEയിലേക്കും KSEBയിലേക്കും കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോലി, നല്ലൊരു സാലറിയിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ ഈ പറഞ്ഞത് 1.5 വർഷത്തിന് ശേഷമുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ്. ഇനിയും 1.5 വർഷം കൂടെ കിടക്കണം. അപ്പോൾ അത്രയും നിയമനങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോകുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തീക്ഷ്ണമായിട്ട് പ്രിപ്പയർ ചെയ്യുക. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ബാച്ചിൽ ക്ലാസ്സുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലെ സൂപ്പർ സക്സസ് ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നന്നായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ ബാച്ചിൻ്റെ പ്രത്യേകത, ഇത് വെറും ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമുള്ള ബാച്ചല്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ SBCID പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടർ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ് ഇൻസ്പെക്ടർ പഠിക്കുന്നുണ്ടെങ്കിൽ, ഈ എക്സാമുകൾക്കെല്ലാം ഈ ഒരൊറ്റ ബാച്ച് എന്ത് ചെയ്യാൻ മതി, നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. കാരണം ഇതിൻ്റെ മെയിൻസ് എക്സാം വരുമ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻസ് ടോപ്പിക്കുകൾ ആ ബാച്ചിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടി. ഈ 5 പരീക്ഷകൾക്ക് നിങ്ങൾ 5 ഇടത്ത് ജോയിൻ ചെയ്യരുത്, 5 പൈസ കൊടുക്കരുത്. നിങ്ങൾക്ക് മെയിൻസിന് സെപ്പറേറ്റ് പോകേണ്ടി വരില്ല. ഇത് പ്രിലിംസ് ബാച്ച് അല്ല, മെയിൻസിനും കൂടിയുള്ള ബാച്ചാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതുവരെയുള്ള ഗൈഡൻസ് ഈ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ആരുടെയും സമയം മെനക്കെടുത്താത്ത രീതിയിൽ കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ക്ലാസ്സുകൾ സ്ട്രക്ചേർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നോട്ടുകളുടെ ക്വാളിറ്റി നിങ്ങൾ കാണുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ടെലഗ്രാമിലേക്ക് പോവുക. അവിടെ നമ്മുടെ നോട്ടിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് എൻഷുർ ചെയ്തിട്ടുണ്ട്. അടിപൊളി കിണ്ണം കാച്ചി നോട്ടുകളാണ് വരിക. കൃത്യമായ ഇൻഡെക്സോടെ, കൃത്യമായ കണ്ടന്റോടെ, ഹൈലൈറ്റഡ് പോയിന്റോടുകൂടി, കൃത്യമായിട്ട് നോട്ട് ചെയ്യാനുള്ള സ്പേസോടുകൂടി, ഏറ്റവും അധികം UPSC ചോദ്യങ്ങളോടുകൂടി, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസോടുകൂടി, സമ്മറിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി നോട്ടാണ് ഓരോ ടോപ്പിക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ്, എക്സാം പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ, ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു മെന്റർ നിങ്ങൾക്ക് കാണും. ആ മെന്റർ എല്ലാ 3 ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് ലൈവായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഏത് പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നവും തീർക്കാനായിട്ട് സൂപ്പർ നോട്ട്സിലെ അധ്യാപകർ നിങ്ങളോട് കൂടെ കാണും. എല്ലാ മണ്ടയിലും വൈകുന്നേരം 6 മണിക്ക് ഒരു മെന്റർഷിപ്പ് സെഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം ആയിട്ടുള്ള അടിപൊളി സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കാം. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി വെറും 100 സീറ്റുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തേക്കാം. 8281223366 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി, ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മക്കളെ, നമുക്ക് ബാച്ചിൽ കാണാം. അവസരം നഷ്ടപ്പെടുത്തരുത്. അവസരങ്ങൾ എപ്പോഴും നിങ്ങളെ തേടി വരില്ല. ലഭിക്കുന്ന അവസരം ആ പിടിവള്ളിയിൽ പിടിച്ചു കയറിക്കോണം. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും വണക്കം.